ആയത്തുൽ കുർസി ഒരു നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ ഓതിയാൽ അടുത്ത നിസ്കാരം വരെ അവൻ അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ്. അതേപോലെ ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അവന്റെ സുബ്ഹി വരെ അവനിക്ക് ഹിഫ്ളിന് അല്ലാഹു മലക്കുകളെ പ്രത്യേകം നിർത്തുന്നതാണ്. അവനിക്ക് പ്രൊട്ടക്ഷനായി അല്ലാഹു മലക്കുകളെ ഏർപ്പെടുത്തുന്നതാണ്. ആത്മീയ ലോകത്തെ കാവൽക്കാരായ മലക്കുകളെ അല്ലാഹു അവന്റെ സുബ്ഹി വരെ അവനിക്ക് നിർത്തിക്കൊടുക്കുന്നതാണ്. ഉറക്കത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, പൈശാചിക ശല്യങ്ങൾ, പ്രയാസങ്ങൾ, പേടി സ്വപ്നങ്ങൾ, സ്വപ്നസ്ഖലനങ്ങൾ, ഭീതിജനകമായ രംഗങ്ങൾ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ആയത്തുൽ കുർസി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്താൽ അത് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ ഒരു ഒറ്റമൂലിയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഉമ്മമാരെ പ്രാവർത്തികമാക്കണം. നമ്മുടെ വീടുകളിലുള്ള ചെറിയ കുട്ടികളെ ഉറക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചു കിടത്തണം. അവർക്ക് പേടിച്ച് അരണ്ടുകൊണ്ടുള്ള ഉറക്കത്തിൽ പേടിച്ച് ഞെട്ടിവിറക്കലും അതേപോലെ തന്നെ പേടിച്ച് കരയിലുമൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ച് അവരുടെ ശരീരങ്ങളിലൊക്കെ ഒന്ന് തടകി അവരെ കിടത്തിയാൽ അത്തരത്തിലുള്ള പൈശാചിക ശല്യങ്ങൾ ഉണ്ടാവുകയില്ല. അത് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യിപ്പിക്കണം. മാതാപിതാക്കൾ അത് ചെയ്യണം. അവരെ കണ്ട് നമ്മുടെ കുട്ടികളത് പഠിക്കണം. ആ നല്ല ശീലങ്ങൾ അവർക്ക് വളർത്തിയെടുക്കണം. അത് നല്ല ഒരു കാര്യമാണ്. ആയത്തുൽ കുർസി ഉറങ്ങുന്ന സമയത്ത് ഓതിയാൽ പൈശാചിക ശല്യമുണ്ടാവുകയില്ല. ഒരു ചെറിയ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനായ പണ്ഡിതന്മാർ മഹാന്മാര് പഠിപ്പിച്ച ഒരു സംഭവം കഅബ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞ ഒരു സംഭവമാണ്. മഹാനായ ഇബ്നു ഖുതൈബ റളിയല്ലാഹു അൻഹുവാണ് ഉദ്ധരിക്കുന്നത്. കഅബ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ ജോലി ഈത്തപ്പഴ വിൽപ്പനയാണ്. ഈത്തപ്പഴം കുട്ടയിലാക്കി അത് വിൽപ്പന നടത്തുന്ന ഒരു ജോലി ഉള്ള ഒരാൾ, കഅബ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ. അദ്ദേഹം ഈത്തപ്പഴങ്ങൾ കുട്ടയിലാക്കി അത് വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം വിൽക്കാൻ വേണ്ടി പോകുന്നത് ബസ്രയിലേക്കാണ്. ബസ്രയിലേക്ക് ഈത്തപ്പഴവുമായി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പോയി 2-3 ദിവസം യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം ബസ്രയിലെത്തി. ബസ്രയിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ നാടല്ല, വിദേശ രാജ്യമാണ്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ ജോലിക്ക് പോയാൽ അവിടെ അവർക്ക് താമസിക്കാൻ റൂം വേണം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ വേണം. എന്നതുപോലെ നമ്മുടെ ഈ ഈത്തപ്പഴ വിൽപ്പനക്കാരൻ അതാ ബസ്രയിലെത്തി. അദ്ദേഹത്തിന് അവിടെ കച്ചവടം ചെയ്യാനാണ് പോയത്. ആ കച്ചവടം ചെയ്യുമ്പോ അദ്ദേഹത്തിന് താമസിക്കാൻ റൂം വേണം. അങ്ങനെ അതാ അദ്ദേഹം പലരോടും ഒരു റൂം അന്വേഷിച്ചു. അദ്ദേഹത്തിന് താമസിക്കാനുള്ള ഒരു റൂം അന്വേഷിച്ചു. അങ്ങനെ ഒരു റൂം കിട്ടാതെ അദ്ദേഹം അങ്ങനെ വലയുകയാണ്. അങ്ങനെ അദ്ദേഹം അങ്ങനെ പോകുമ്പോ അതാ ഒരു പഴയ വീട് കാണുന്നു. ആ വീട് കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നി ഇതിൽ ആൾ താമസമില്ല എന്നാണ് തോന്നുന്നത്. കാരണം ആ വീടിന്റെ കോലം കണ്ടിട്ട് അങ്ങനെയാണ്, ഒരാളും താമസിക്കാത്ത വീട് പോലെയുണ്ട്. ഏതായാലും ആ വീടൊന്ന് പരിശോധിക്കാം, ആ വീടിന്റെ ഉടമയെ ഒന്ന് കാണാം, എന്നിട്ട് അവിടെ താമസിക്കാനൊന്ന് സമ്മതം ചോദിക്കാം എന്ന നിലയ്ക്ക് ഈ ബസ്രയിലേക്ക് ചെന്ന പാവപ്പെട്ട ഈത്തപ്പഴ കച്ചവടക്കാരൻ അതാ നല്ല ഒരു മനുഷ്യനാണ്, ആത്മീയ ബോധമുള്ള മനുഷ്യനാണ്. അദ്ദേഹം അവിടെയുള്ള പല ആളുകളോടും ആ വീടിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. ഈ വീടിന്റെ ഉടമയാരാണ്, അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരുമോ, എനിക്കവിടെ ഒന്ന് താമസിക്കാനാണ്. ഇത് പറയുമ്പോ ആളുകളുടെ ഒക്കെയും മറുപടി, ഓ മനുഷ്യ,
ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ല. കാരണം ഇതിൽ വലിയ പൈശാചികമായ ശല്യമുണ്ട്. ഇതിൽ താമസിക്കുന്നവർക്കൊന്നും ഒരു ദിവസം പോലും അന്തിയുറങ്ങാൻ സാധിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ കഴിയാൻ ഒരിക്കലും കഴിയില്ല എന്നാ മനുഷ്യനോട് അവരൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നു, എന്നാലും ഇതിന്റെ ഉടമയെ ഒന്ന് കണ്ടാൽ, ഉടമസ്ഥനോടൊന്ന് ചോദിച്ചാൽ, ഉടമസ്ഥനൊന്ന് സമ്മതിച്ചാൽ ഇതിൽ കഴിയാമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വീടിന്റെ ഉടമയെ തേടി, ആ ഉടമയെ തേടി പിടിച്ചു. ഉടമസ്ഥനോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഈ വീട്ടിൽ ഇന്ന് രാത്രി ഞാനും നന്ദിയുറങ്ങട്ടെ? ഉടമസ്ഥന്റെ മറുപടി, ഞാൻ സമ്മതിക്കാം, പക്ഷേ ഈ വീട്ടിൽ താമസിച്ച ഒരാളും ജീവനോടെ പിറ്റേ ദിവസം ബാക്കിയായിട്ടില്ല. ഈ വീട്ടിൽ ഒരു ധിക്കാരിയായ ജിന്നുണ്ട്. ആ ജിന്നിന്റെ ശല്യം ഈ വീട്ടുകാർക്ക് ബാധിക്കുന്നത് കൊണ്ട് ആരും ഇവിടെ താമസിക്കാറില്ല എന്ന് വീടിന്റെ ഉടമസ്ഥൻ ഈ ഈത്തപ്പഴ കച്ചവടക്കാരനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു, നിങ്ങൾ എനിക്ക് താമസിക്കാനുള്ള സൗകര്യവും സമ്മതവും തരികയാണെങ്കിൽ ബാക്കി കാര്യം ഞാനേറ്റു. നിങ്ങൾ എന്നെ ഒന്നിവിടെ താമസിക്കാൻ സമ്മതിക്കുമോ? എങ്കിൽ നിങ്ങൾ സമ്മതിച്ചോ, നിങ്ങൾ താമസിച്ചോളൂ, ഞാൻ സമ്മതം തരുന്നു, ഞാൻ തടസ്സം പറയുന്നില്ല. അങ്ങനെ അതാ ഈത്തപ്പഴ കച്ചവടക്കാരൻ ആ വീട്ടിൽ കയറിയപ്പോൾ തന്നെ അതാ മാറാലയും ചെതിലുമൊക്കെ പിടിച്ചു നിൽക്കുന്ന വീട്, ആ റൂമും പരിസരവുമൊക്കെ ഈ ഈത്തപ്പഴ വിൽപ്പനക്കാരൻ നല്ലപോലെ അടിച്ചുവാരി വൃത്തിയാക്കി, താമസിക്കാൻ പറ്റിയ രൂപത്തിലെല്ലാം വൃത്തിയാക്കി. അങ്ങനെ അതാ അന്ന് രാത്രി ആ മനുഷ്യൻ ആ വീട്ടിൽ കൂടുകയാണ്. അർദ്ധരാത്രി സമയമായി. ഈ മനുഷ്യൻ നല്ല ഉറക്കത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ അതാ ഒരു കറുത്തിരുണ്ട രൂപം ആ മനുഷ്യന്റെ നേർക്ക് അടുത്തു വരുന്നു. ആ രൂപത്തിന്റെ കണ്ണിൽ നിന്ന് തീജ്വാലകൾ പുറത്തു വരുന്നു. വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു രൂപമാണ്, കറുത്തിരുണ്ട ഒരു രൂപമാണ്. കണ്ണിൽ നിന്ന് തീജ്വാലകളുണ്ട്, നഖങ്ങൾ കൂർത്തു നീണ്ടതാണ്. ആധികാരിയായ പേടിപ്പെടുത്തുന്ന ജിന്നാണ്. ഈ രംഗം കണ്ടുകൊണ്ട് നമ്മുടെ ഈത്തപ്പഴ വിൽപ്പനക്കാരൻ ആദ്യമൊന്ന് പേടിച്ചുപോയി, ആദ്യം പേടിച്ചു വിറച്ചുപോയി. എന്താണ് നിരക്കയുള്ളത്? അർദ്ധരാത്രിയാണ്, സഹായത്തിനാരുമില്ലാത്ത സമയമാണ്. പക്ഷേ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ഓടി വന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ആ മനുഷ്യനങ്ങ് പാരായണം ചെയ്യാൻ തുടങ്ങി. ആ മനുഷ്യൻ അതങ്ങ് പാരായണം ചെയ്തപ്പോ ആ കറുത്തിരുണ്ട രൂപവും ആയത്തുൽ കുർസി മനുഷ്യന്റെ കൂടെ കളിയാക്കുന്ന രൂപത്തിൽ അങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി. ഏതായാലും ഈത്തപ്പഴ വിൽപ്പനക്കാരൻ ആയത്തുൽ കുർസി നിർത്തിയില്ല, ഉച്ചത്തിൽ വീണ്ടും അങ്ങ് പാരായണം ചെയ്തു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അവിടെ എത്തിയപ്പോ ആ മനുഷ്യൻ ആ രൂപം പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അന്ന് രാത്രി ഈത്തപ്പഴ വിൽപ്പനക്കാരൻ നല്ല സുഖസുന്ദരമായി കിടന്നുറങ്ങി. സുബഹിയുടെ സമയമായപ്പോ ഒരശരീരി കേൾക്കുകയാണ്, ഓ മനുഷ്യ, നിങ്ങളാ ധിക്കാരിയായ ജിന്നിനെ കൊലപ്പെടുത്തി അല്ലേ? ആ സമയത്ത് ഈത്തപ്പഴ വിൽപ്പനക്കാരൻ ചോദിക്കുന്നു, ഞാൻ കൊലപ്പെടുത്തുകയോ? എങ്ങനെയാണ് ഞാൻ
കൊലപ്പെടുത്തിയത്. ഉടൻ തന്നെ അശരീരി നിങ്ങൾ ചൊല്ലിയ ആയത്തുൽ കുർസിയുടെ പവർ ആ പിശാചിനെ ചെറുത്തു തോൽപ്പിച്ച് അവനെ പരാജയപ്പെടുത്തി. ആ ആയത്തുൽ കുർസിയുടെ പവർ കൊണ്ട് ആ ധിക്കാരിയായ ജിന്നാകുന്ന പിശാച് എന്നേക്കുമായി തോറ്റോടി ചത്തൊടുങ്ങിപ്പോയി. അവന്റെ ചാമ്പലായ അവശിഷ്ടമാണ് നിങ്ങളുടെ ആ റൂമിൽ കിടക്കുന്നത് എന്ന് അശരീരി കേട്ടപ്പോ ആ മനുഷ്യന് പരിശോധിക്കുന്നു. ആ സമയത്തതാ ഒരു ഭാഗത്ത് ചാമ്പലായി കിടക്കുന്ന ഒരു വെണ്ണീര് കാണുന്നു. ആയത്തുൽ കുർസിയുടെ പവറാണ്, ചില്ലറ വിഷയമല്ല. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പാരായണം ചെയ്യണം. പല വീടുകളിലും പൈശാചിക ശല്യങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. നല്ല വിശ്വാസത്തോടെ ഇഖ്ലാസോടെ ആയത്തുൽ കുർസി എന്ന് ധാരാളം പാരായണം ചെയ്ത് ഉറങ്ങിക്കോ ഉമ്മമാരെ, ഉറങ്ങിക്കോ സഹോദരന്മാരെ. നമ്മുടെ കുട്ടികളുടെ തലയിലങ്ങ് മന്ത്രിച്ചോ, ഒരിക്കലും പിശാചിന്റെ ശല്യമുണ്ടാവുകയില്ല. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ധാരാളം ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വെള്ളത്തിലൊക്കെ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചാൽ അതിൽ ബറക്കത്ത് വർദ്ധിക്കുന്നതാണ്. നമ്മുടെ വീടുകളിൽ ആയത്തുൽ കുർസി ഓതിയാൽ എല്ലാ പിശാചിനും തന്റെ വീട്ടിലേക്ക് കയറിയ ഉടനെ എല്ലാ മൂലകളിലും ആയത്തുൽ കുർസി പാരായണം ചെയ്യും. അന്ന് അങ്ങനത്തെ വീടാണ്, ചെറിയ വീടാണ്, ചിലപ്പോ 4 മൂല ഉണ്ടാവുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് മൂല തെരഞ്ഞാൽ ചിലപ്പോ അടുത്ത വക്ത് സമയം വരെ നമ്മൾ ഓതേണ്ടി വരും. അപ്പൊ അത്രയും വലിയ വീടുകളും കുറെ റൂമുകളും മൂലകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ നമ്മൾ മൊത്തത്തിൽ ആയത്തുൽ കുർസി നമ്മുടെ വീട്ടിലേക്കുള്ള കാവലായി എപ്പോഴും നമ്മളത് കാണുകയും പാരായണം ചെയ്യുകയും ചെയ്യുക.